മനുഷ്യ ജീവിതത്തിൽ എല്ലായ്പ്പോഴും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളാണ് കാമ, ക്രോധ, ലോഭ, മോഹങ്ങൾ. അധികാരവും സമ്പത്തും കാമവും മദ്യവും പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള താല്പര്യവും സ്ത്രീകൾക്ക് പുരുഷന്മാരോടുള്ള താല്പര്യവും ഒക്കെ വളരെ വലിയ വിഷയമാണ്. പക്ഷെ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം അനുസരിച്ച്, ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച്, സനാതന ധർമ്മം അനുസരിച്ച് ബ്രഹ്മചര്യവും അതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥവും എല്ലാം കഴിഞ്ഞാലാണ് സന്യാസത്തിലേക്ക് പോകുന്നത്. സ്വാമികൾ എന്ന് പറയുന്നത് വളരെ വലിയ പേരാണ്. സ്വാമികളും ഗുരുക്കന്മാർ, സ്വാമിമാർ, ഋഷിമാർ എന്നൊക്കെ പറയുന്ന വളരെ ആദരവ് ലഭിക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ ചൈതന്യാനന്ദ സരസ്വതി സ്വാമി എന്നും പറഞ്ഞൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നോക്കൂ, ചൈതന്യം, ആനന്ദൻ, സരസ്വതി, മൂന്നും വളരെ പ്രധാനപ്പെട്ട ഹൈന്ദവ ആചാര്യന്മാരുടെ പേരുകളാണ് ഇതൊക്കെ. ചൈതന്യ സ്വാമികൾ എന്ന് പറയുന്നത് തന്നെ ഒരു പേരിടാം, ആനന്ദസ്വാമികളുണ്ട്, പിന്നെ സരസ്വതി സ്വാമികൾ. ഇങ്ങനെ എല്ലാം കൂടി ചേർത്തിടുന്ന വളരെ മനോഹരമായ പേര് വിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് ശാരദാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ചെയർമാൻ കൂടിയായിട്ടുള്ള ഈ ചൈതന്യാനന്ദ സരസ്വതി സ്വാമി അവർ. 17 പേരാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. അതിന് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഉണ്ട്. അവരെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ഈ മദ്രസകളിൽ ഇതുപോലത്തെ കേസുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. മദ്രസകളിലെ കുട്ടികൾ പോക്സോ കേസിൽപ്പെട്ട് എത്രയോ മദ്രസ അധ്യാപകർ കേസിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ മതസ്ഥാപനങ്ങൾ, മതപഠന സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സ്വാമിമാർ നടത്തുന്ന സ്ഥാപനങ്ങൾ, ആചാര്യന്മാർ നടത്തുന്ന സ്ഥാപനങ്ങൾ, യോഗ സെൻ്ററുകളൊക്കെ വ്യക്തികളുടെ ഈ കയ്യിലിരിപ്പ് കൊണ്ട് അതിനകത്ത് ആ പ്രസ്ഥാനമാണ് ഇല്ലാതാകുന്നത്, അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ഇല്ലാതാകുന്നത്. ഇദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും നല്ല പേരിട്ട്, വേറെ ഏതെങ്കിലും പേരെല്ലാം ഇട്ടിട്ട് അദ്ദേഹത്തിന് സ്വകാര്യമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ പേരുകളും സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരു മാന്യ സ്ഥാനത്തെത്തിക്കൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഇത്തരം ദുഷ്ചെയ്തികൾ ചെയ്യുന്നവരെ തിരിച്ചറിയണം. അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വാർത്ത ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ചൈതന്യാനന്ദ സരസ്വതിയെക്കുറിച്ച് നിരവധി വാർത്തകൾ വന്നു. അപ്പോഴൊന്നും നമ്മൾ അങ്ങനെ ഒരു വാർത്ത ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ബൈറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വാർത്ത ചെയ്തത്. തീർച്ചയായിട്ടും ചൈതന്യാനന്ദ സരസ്വതിയുടെ ഇത്തരം പ്രവർത്തികൾ ആ സമൂഹത്തിനാകെ മാനക്കേട്. കാരണം ഒരു വ്യക്തി ചെയ്യുന്നതായിരിക്കും ഒരു സമൂഹത്തെ മൊത്തം ബാധിക്കുന്നത്. രാജ്യത്ത് ഒരുപാട് നല്ല ആശ്രമങ്ങളുണ്ട്, നല്ല രീതിയിൽ ആത്മീയ പ്രവർത്തനം നടത്തുന്നവരുണ്ട്, ആത്മീയ ആചാര്യന്മാരുണ്ട്, ആത്മീയ അനുഭൂതി കിട്ടിയുണ്ട്, അവധൂതന്മാരുണ്ട്. ഒരുപാട് ആളുകളോട് ഭാരത സംസ്കാരമുള്ള നാടാണ്. പക്ഷേ അവിടെ ഇതുപോലുള്ള അപശ്രുതികളും അപഖ്യാതികളും പരത്തി നടക്കുന്ന ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ രൂക്ഷമാവുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ സുഖലോലുപതയിൽ ആറാടണം എന്നുള്ളവർ ഒരു കാരണവശാലും സമ്പൂർണ്ണ ആത്മീയ ജീവിതം തിരഞ്ഞെടുക്കരുത്. അങ്ങനെ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അല്ലാതെ നിങ്ങൾ സമ്പൂർണ്ണ ആത്മീയ ജീവിതം തിരഞ്ഞെടുക്കുകയും നിങ്ങളെ തേടിയെത്തുന്ന ശിഷ്യന്മാരെ പോലെ അല്ലെങ്കിൽ ആരാധകരെ പോലെ നിങ്ങളെ തേടിയെത്തുന്നവരുടെ അവരുടെ ശരീരത്തിൽ കണ്ണുവെച്ചുകൊണ്ട് വേറൊരു രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ സ്വാഭാവികമായിട്ട് അറസ്റ്റും കേസും പ്രശ്നങ്ങളുമൊക്കെ തന്നെയായിരിക്കും. അതൊരു വിഭാഗത്തെയല്ല ബാധിക്കുന്നത്, ഒരു വലിയ വർഗത്തെയാണ്, അല്ലെങ്കിൽ വലിയൊരു വിഭാഗത്തെയാണ് അത് ബാധിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ വിവേകം ഇതര ആളുകൾ കാണിക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.